Hi dear students, welcome back to Office Automation Tools. Office Automation Toolsൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് വേർഡാണ്. മൈക്രോസോഫ്റ്റ് വേർഡിൽ കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ സെഷനുകളിൽ പഠിച്ചു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് മൈക്രോസോഫ്റ്റ് വേർഡിലെ ടെംപ്ലേറ്റ്സ് എന്നുള്ളതും ഈ ടെംപ്ലേറ്റ്സുകൾ ഏതെല്ലാം ടൈപ്പിലുണ്ട് എന്നുള്ളതും എങ്ങനെ നമുക്ക് ടെംപ്ലേറ്റ്സുകൾ ഉപയോഗിക്കാം എന്നുള്ളതുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യം. സോ എന്താണ് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത്? നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകൾ തയ്യാറാക്കുന്ന സമയത്ത് ഓരോ ഡോക്യുമെൻറ്റിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഫോർമാറ്റുകളുണ്ട് അല്ലേ. അപ്പോൾ നമ്മളൊരു ലെറ്റർ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലെറ്ററിന് അതിൻ്റേതായിട്ടുള്ളൊരു ഫോർമാറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ റിപ്പോർട്ട്സ് തയ്യാറാക്കുകയാണ്, അല്ലെങ്കിൽ റെസ്യൂമേ തയ്യാറാക്കുകയാണ്, അല്ലെങ്കിൽ വെബ് പേജസ് തയ്യാറാക്കുകയാണ്. ഇങ്ങനെ ഓരോ ഡോക്യുമെൻറ്റുകളും പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയുണ്ട്, അതിൻ്റേതായിട്ടുള്ള ഒരു സ്ട്രക്ചറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ട്രക്ചറിനെ ഇൻബിൽട്ടായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ ടെംപ്ലേറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രീ ഡിസൈൻഡ് ഡോക്യുമെൻറ്റ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ക്രിയേറ്റ് ഡോക്യുമെൻറ്റ്സ് ക്വിക്ക്ലി വിത്തൗട്ട് ബോദറിങ് എബൌട്ട് ഫോർമാറ്റിംഗ്. അതൊരു പ്രീ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്. അത്തരത്തിലുള്ള ഡോക്യുമെൻ്റ് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട്, അതായത് യാതൊരു ഫോർമാറ്റിങ്ങോ അല്ലെങ്കിൽ മറ്റു എഡിറ്റിങ്ങോ ഒന്നും വരുത്താതെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ആ ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു ലെറ്റർ തയ്യാറാക്കുന്നു അല്ലെങ്കിൽ ഒരു ഫാക്സ് തയ്യാറാക്കുന്നു. അപ്പോൾ ആ ലെറ്ററും ആ ഫാക്സും ഒക്കെ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യാം, അതിൽ ചെറിയ എഡിറ്റിംഗ് വരുത്തിയിട്ട് നമുക്ക് ആ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ടൈപ്പിലുള്ള ബിൽട്ടിൻ ടെംപ്ലേറ്റ്സുകൾ നമുക്ക് ഓൾറെഡി മൈക്രോസോഫ്റ്റ് വേർഡിൽ കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു ടെംപ്ലേറ്റ്സ് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ബാക്ക് സ്റ്റേജ് വ്യൂയിലേക്ക് വരിക. ഫയൽ ഓപ്ഷൻ ഉണ്ട്, ഫയൽ ടാബ് ഓപ്പൺ ചെയ്യുക. ദാറ്റ് ഈസ് അവർ ബാക്ക് സ്റ്റേജ് വ്യൂ. സോ ദെൻ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ വരിക. ദെൻ ന്യൂവിൽ വന്നു കഴിഞ്ഞാൽ അവൈലബിൾ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇത് നമ്മൾ മുമ്പേ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സുകളെ കാണാൻ കഴിയും. office.com ടെംപ്ലേറ്റ്സുകളെ നമുക്കിവിടെ കാണാൻ കഴിയും. അതായത് നമുക്ക് സ്പോട്ടിൽ എന്ത് ചെയ്യാം, ഇൻ്റർനെറ്റിൽ നിന്ന് ടെംപ്ലേറ്റ്സുകൾ ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാർഡ്സ് ഉണ്ട്, ഇവൻസുകളുണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡിസൈൻ സെറ്റുകളുണ്ട്, ക്രിസ്മസ് ചാർട്ട്സുകളുണ്ട്, പേപ്പർ ഉണ്ട്, അല്ലെ പേഴ്സണൽ ഉണ്ട്. സോ ഞാൻ ജസ്റ്റ് ഇവിടെ സെയിൽസ് എന്ന് പറയുന്ന ടെംപ്ലേറ്റ്സ് ഓപ്പൺ ചെയ്യുന്നു. സോ office.com പോയി. സോ ഡിഫറൻ്റ് ആയിട്ടുള്ള മോഡലുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അല്ലേ. അതായത് നമ്മുടെ നമ്മൾ എന്ത് ടൈപ്പ് ഡോക്യുമെൻ്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഡോക്യുമെൻ്റ് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ കോമ്പറ്റീറ്റീവ് പോയിന്റ് ലിസ്റ്റാണ് ഞാൻ ജസ്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. സോ അത് ഡൗൺലോഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ കോമ്പറ്റീറ്റീവ് പോയിന്റ് ലിസ്റ്റാണ് ഇവിടെ ഇപ്പോൾ ടെംപ്ലേറ്റ് ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഈ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഈ രീതിയിൽ ഒരു ഇൻബിൽട്ട് ആയിട്ട് വരുന്ന പ്രീ ഡിസൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഓൾറെഡി നമുക്കൊരു ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്യണം, നമുക്ക് ഇത്തരത്തിലൊരു കളറിംഗ് നടത്തണം, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അതേ സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ടെംപ്ലേറ്റ്സ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിൽ എഡിറ്റിംഗ് ചെയ്താൽ മതി അല്ലെ. ഇതിലെ കണ്ടന്റ് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് മാറ്റിയാൽ നമ്മുടെ റിപ്പോർട്ടായി നമ്മുടെ ആ ഒരു നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ടെംപ്ലേറ്റ്സുകൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഈ രീതിയിലാണ് നമ്മൾ ടെംപ്ലേറ്റുകളെ അതിൽ നിന്നും സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റിനെ നമുക്ക് ടെംപ്ലേറ്റ്സ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ കഴിയും. നമുക്കത് ടെംപ്ലേറ്റ് ആയിട്ട് സേവ് ചെയ്ത് വെക്കാൻ കഴിയും. അതായത് നമ്മുടെ കമ്പനിയുടെ പേരിൽ ഒരു ലെറ്റർ ഹെഡ് നമ്മൾ തയ്യാറാക്കുകയാണ്. ആ ലെറ്റർ ഹെഡിനെ നമുക്ക് ടെംപ്ലേറ്റ് ആയിട്ട് നമുക്ക് അത് സേവ് ചെയ്ത് വെക്കാൻ കഴിയും. എന്നാൽ നമുക്ക് ഫ്യൂച്ചറിൽ അത് വീണ്ടും ഉപയോഗിക്കാൻ കഴിയും അല്ലേ. നമുക്കത് വീണ്ടും ഉപയോഗിക്കാൻ കഴിയും. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ടെംപ്ലേറ്റ്സുകൾ നമുക്ക് സേവ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫയലിൽ പോവുക, സേവ് ആസ് പോവുക. ദെൻ സേവ് ആസിൽ വരുമ്പോൾ നമുക്കിവിടെ നമുക്ക് ടൈറ്റിൽ നൽകേണ്ടി വരും, ഫയൽ നെയിം നൽകേണ്ടി വരും. അതിനുശേഷം സേവ് ആസ് ടൈപ്പ് എന്നുള്ളിടത്ത് വേർഡ് ഡോക്യുമെൻ്റ് എന്ന് മാറ്റിയിട്ട് അതിൽ നമുക്ക് കാണാൻ കഴിയും വേർഡ് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. വേർഡ് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സേവ് കൊടുത്തു കഴിഞ്ഞാൽ അത് ടെംപ്ലേറ്റ്സ് ആയിട്ട് നമുക്കത് സേവ് ചെയ്യുന്നത് കാണാൻ കഴിയും. ദെൻ അതുപോലെ തന്നെ നമുക്ക് സാമ്പിൾ ടെംപ്ലേറ്റ്സുകൾ വീണ്ടും ഇതിലുണ്ട്. ഓക്കെ, ഇതിൽ പോയി കഴിഞ്ഞാൽ സാമ്പിൾ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള സാമ്പിൾ ടെംപ്ലേറ്റ്സുകൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് മൈ ടെംപ്ലേറ്റ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സേവ് ചെയ്തിട്ടുള്ള ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ നമുക്കിവിടെ കാണാൻ കഴിയും, പേഴ്സണൽ ടെംപ്ലേറ്റ്സുകളായിട്ട്. ഓക്കെ, സോ ആ ടെംപ്ലേറ്റ്സുകൾ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള കോമ്പറ്റീറ്റീവ് പോയിൻറ്റ്സ് എന്ന് പറയുന്ന ലിസ്റ്റ് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് മുമ്പ് സേവ് ചെയ്തിട്ടുള്ള ടെംപ്ലേറ്റ്സുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ജസ്റ്റ് അതിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടെംപ്ലേറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, സോ ജസ്റ്റ് ഒരു ടെംപ്ലേറ്റ് ഞാനിവിടെ മുമ്പേ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ആണിത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള ടെംപ്ലേറ്റ്സുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ടെംപ്ലേറ്റ്സ് ഉപയോഗിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് കിട്ടുന്നു, ഒരു ഫോർമാറ്റ് നമുക്ക് കിട്ടുന്നു. സോ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ ഡോക്യുമെൻ്റ് വർക്കുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ടെംപ്ലേറ്റ്സിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ഓക്കെ,
നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് മാക്രോസിനെ കുറിച്ചാണ്. എന്താണ് മാക്രോ എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ചെക്ക് ചെയ്യുന്നത്. മാക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേർഡിനകത്ത് ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട്. ചില വർക്കുകൾ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും. സെയിം വർക്ക് തന്നെ നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള സമയങ്ങളിൽ വീണ്ടും വീണ്ടും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അത്തരത്തിൽ നമ്മൾ റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളെ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മാക്രോസ് ഉപയോഗിക്കുന്നത്. ലൈക്ക് ഒരു ഹെഡിങ്ങിന് നമ്മളൊരു കളറും അതുപോലെ തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്റ്റൈലും നൽകുന്നുണ്ട്. അതേ സ്റ്റൈലും അതേ കളറും നമ്മൾ വീണ്ടും പല സ്ഥലങ്ങളിൽ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടതുണ്ട് എങ്കിൽ ആ ഒരു വർക്കിനെ നമുക്ക് എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മൾ ചെയ്യുന്ന വർക്കിനെ റെക്കോർഡ് ചെയ്തിട്ട് ആ ഒരു വർക്ക് എന്ത് ചെയ്യുക, നമ്മൾ മറ്റൊരു സ്ഥലത്ത് അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് മാക്രോസ് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് മാക്രോ വരുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ എങ്ങനെയാണ് മാക്രോ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ മാക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വർക്ക് ചെയ്യുന്നു, ആ വർക്കിനെ വീണ്ടും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് പല സമയങ്ങളിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്. നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ പല സ്ഥലങ്ങളിൽ നമുക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. വ്യൂ ടാബിലേക്ക് വരിക. വ്യൂ ടാബിൽ വന്നു കഴിഞ്ഞാൽ മാക്രോസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിൽ വ്യൂ മാക്രോസ്, റെക്കോർഡ് മാക്രോസ് രണ്ട് ഓപ്ഷനും കാണാം. സോ അതിൽ റെക്കോർഡ് മാക്രോ എന്നുള്ളിടത്ത് ഓപ്പൺ ചെയ്യുക, അതിൽ ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് ഇതുപോലെ ഒരു ബോക്സ് വരും, ഒരു വിൻഡോ വരും. അതിൽ നമുക്ക് മാക്രോ നെയിം നമുക്ക് നൽകാവുന്നതാണ്. ഇഷ്ടമുള്ള ഒരു നെയിം നൽകാം. ഞാൻ ജസ്റ്റ് അതിൽ മാക്രോ 3 എന്ന് പറയുന്ന നെയിം അതിൽ വന്നിട്ടുണ്ട്. സോ ഞാനത് ചേഞ്ച് ചെയ്യുന്നില്ല, സെയിം നെയിം നിലനിർത്തുകയാണ്. അതിനുശേഷം അസൈൻ മാക്രോ 2 രണ്ട് ഓപ്ഷൻ കാണാം. ബട്ടൺ ഉണ്ട്, അതുപോലെ തന്നെ കീബോർഡ് ഉണ്ട്. അതിൽ നമ്മൾ ഫസ്റ്റ് ബട്ടൺ ചെക്ക് ചെയ്യുന്നു. ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതുപോലൊരു വിൻഡോ വരും, വേർഡ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലേക്ക് നമ്മുടെ മാക്രോയുടെ നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്ന മാക്രോയുടെ ഒരു ഐക്കൺ ആ ഒരു ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതാണ്. സോ ആ ഒരു ഐക്കൺ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആഡ് കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ഇവിടെ പുതിയൊരു മാക്രോ 3 വന്നിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ സേവ് ചെയ്ത് വെക്കുന്ന മാക്രോ ആണ്. ഇപ്പോൾ റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ മൗസ് പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാം. മൗസ് പോയിന്റിൻ്റെ കേഴ്സറിൻ്റെ മൗസ് പോയിന്റിൻ്റെ കൂടെ നമുക്കൊരു വേറൊരു ഐക്കണും കൂടെ കാണാൻ കഴിയും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കെല്ലാം മാക്രോ ആയിട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ജസ്റ്റ് ഒരു മൗസ് പോയിന്റ് നീങ്ങുന്നതായിക്കോട്ടെ, നമ്മൾ കേഴ്സർ ഒന്ന് മൂവ് ചെയ്യുന്നതായിക്കോട്ടെ, എന്ത് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മൗസ് പോയിന്റ് അല്ല, നമ്മുടെ കേഴ്സർ അതായത് നമ്മുടെ ഡോക്യുമെൻറ്റിനകത്ത് എന്ത് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ക്രീൻ റെക്കോർഡിംഗ് അല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ വർക്കാണ് അവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇവിടെ ഈ ഗ്ലോബൽ സിനാറിയോ എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുകയാണ്. അതാണ് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വർക്ക്. സോ ഞാനത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സെലക്ട് ചെയ്തത് റെക്കോർഡായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനത് അണ്ടർലൈൻ ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ വർക്ക് ചെയ്ത് അതായത് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ ഉദ്ദേശിച്ച വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും മാക്രോസിൽ വരിക. അതിനുശേഷം സ്റ്റോപ്പ് റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ചെയ്തത് ഇത്രയേ ഉള്ളൂ. ഗ്ലോബൽ സിനാറിയോ എന്നുള്ളത് സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാനത് എന്ത് ചെയ്തിട്ടുണ്ട്, മാക്രോ ആയിട്ട് മീൻസ് ഗ്ലോബൽ സിനാറിയോ എന്നുള്ളത് സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാനത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ വർക്ക്. ഇതേ വർക്ക് എനിക്ക് ഇവിടെ സെക്യൂരിറ്റി ടെൻഡേഴ്സ് എന്നുള്ളിടത്ത് ആവശ്യമാണ്. അല്ല, ഇതേ വർക്ക് എനിക്ക് സെക്യൂരിറ്റി ടെൻഡേഴ്സ് എന്നുള്ള ആ ഒരു പിന്നെ ലെറ്ററും ആ ഒരു വേർഡും എന്ത് ചെയ്യേണ്ടതുണ്ട്, എനിക്ക് അണ്ടർലൈൻ ചെയ്യേണ്ടതുണ്ട്. സോ അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ എവിടെയാണോ നമുക്ക് ആ വർക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ കേഴ്സർ കൊണ്ടുപോയി വെക്കുക. ദെൻ അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ നമ്മുടെ മാക്രോയുടെ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. സോ നിങ്ങൾ കാണാം സെക്യൂരിറ്റി ടെൻഡേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ സെലക്ട് ആയിട്ടുണ്ട്, അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗ്ലോബൽ സിനാറിയോ എന്താണോ ചെയ്തത് അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ വന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ മാക്രോസ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഒരു ടൈപ്പ് മാക്രോ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് മാക്രോയിൽ തന്നെ പോയി കഴിഞ്ഞാൽ റെക്കോർഡ് മാക്രോ എന്ന് കാണാം. റെക്കോർഡ് മാക്രോയിൽ വീണ്ടും നമ്മൾ പുതിയൊരു മാക്രോ സെറ്റ് ചെയ്യാൻ പോവുകയാണ്, മാക്രോ 4. അതിൽ നമ്മൾ അസൈൻ ചെയ്യുന്നത് കീബോർഡിലേക്കാണ്. കീബോർഡിലേക്ക് അസൈൻ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മളിപ്പോൾ പിന്നെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോഴാണ് മാക്രോ എന്ത് ചെയ്തിട്ടുള്ളത്, റെക്കോർഡ് ചെയ്ത മാക്രോ എന്ത് ചെയ്തിട്ടുള്ളത്, നിലവിൽ അവിടെ അപ്ലൈ ആയിട്ടുള്ളത് അല്ലേ. അതുപോലെ നമുക്ക് കീബോർഡിൽ ഷോർട്ട് കട്ട് കീ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ കീബോർഡിൽ ഷോർട്ട് കട്ട് കീ ഉപയോഗിക്കുന്ന സമയത്ത് വേർഡിൽ ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു ഷോർട്ട് കട്ട് കീ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ Ctrl+B അമർത്തി കഴിഞ്ഞാൽ അത് ഓൾറെഡി ഉണ്ട് അല്ലെ, കറൻ്റ്ലി അസൈൻഡ് ടു ബോൾഡ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാം അല്ലേ. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അതുപോലെ നമ്മൾ ഇതുവരെ ഉപയോഗിക്കാതെ ഇപ്പോൾ Alt+A ഈ ഒരു കീ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, അസൈൻ ചെയ്തിട്ടില്ല, അൺഅസൈൻഡ് ആണ്. സോ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് അതാണ് അസൈൻ ചെയ്തിട്ടുള്ളത്. Alt+A ആണ്. ഓക്കെ, ഇതിന് അസൈൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഗ്ലോബൽ സിനാറിയോ എന്നുള്ളത് വീണ്ടും ഞാൻ പിന്നെ ഇതുപോലെ തന്നെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയ്യാൻ പോവുകയാണ്, അണ്ടർലൈൻ ചെയ്യാൻ പോവുകയാണ്. ഗ്ലോബൽ സിനാറിയോ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മാക്രോ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നു.
ഇനി വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, സെക്യൂരിറ്റി ടെൻഡേഴ്സിലേക്ക് വരുന്നു, ആ മാക്രോ അപ്ലൈ ചെയ്യണം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഷോർട്ട് കട്ട് കീ ആണ്, കീബോർഡ് ഷോർട്ട് കട്ട് കീ ആണ്, അതായത് Ctrl+Alt+A അല്ലേ, ആ ഒരു ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ചു. ഞാൻ ജസ്റ്റ് Ctrl+Alt+A എന്ത് ചെയ്തിട്ടുണ്ട്, പ്രസ് ചെയ്തിട്ടുണ്ട്, കീബോർഡിൽ പ്രസ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ മുകളിൽ അപ്ലൈ ചെയ്തിട്ടുള്ള അതേ കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് താഴെ വീണ്ടും അപ്ലൈ ചെയ്ത് വന്നിട്ടുണ്ട് അല്ലെ. നമ്മൾ നേരത്തെ ഉപയോഗിച്ചു, രണ്ട് രീതി ഉപയോഗിക്കുന്നതേ ഉള്ളൂ, രണ്ടിലും എന്താണ് സെയിം എഫക്റ്റ് ആണ്. ഒന്ന് ബട്ടൺ നമ്മളിവിടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ നമ്മളിവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള മാക്രോ അപ്ലൈ ആവും. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കീബോർഡിൽ നമ്മൾ ഷോർട്ട് കട്ട് കീ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. സോ നമുക്ക് ഒന്നിൽ കൂടുതൽ ഇതുപോലെ എന്ത് ചെയ്യാം, മാക്രോസ് റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് അതിലേക്കെല്ലാം ഷോർട്ട് കട്ട് കീ നൽകിയിട്ടോ അല്ലെങ്കിൽ അതെല്ലാം ഇവിടെ നമ്മുടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ കൊണ്ടുവന്നിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള മുഴുവൻ മാക്രോസ് നമ്മൾ മാക്രോയിൽ പോയി വ്യൂ മാക്രോസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള മാക്രോസ് കാണാം. ഇപ്പോൾ ഞാനിവിടെ കറൻറ്റ്ലി 2 മാക്രോ റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മാക്രോ 1 ആൻഡ് മാക്രോ 3. ഓക്കെ, ഒന്ന് നമ്മൾ കീബോർഡ് വെച്ച് ചെയ്തതും ഒന്ന് നമ്മൾ പിന്നെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലേക്ക് ബട്ടണായിട്ട് നൽകിയിട്ടുള്ളതും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ മാക്രോകളെ റെക്കോർഡ് ചെയ്യുന്നതും ആ മാക്രോകളെ മാനേജ് ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുള്ള മാക്രോകളെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമുക്ക് ഈ മാക്രോയുടെ ഈ ഒരു വ്യൂ മാക്രോയിൽ വന്നിട്ട് അതും നമുക്ക് റൺ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഞാൻ കാണിക്കാം. ഇപ്പോൾ നമ്മൾ പുതിയൊരു നമ്മൾ സൈസ് എന്നുള്ള ഈ ഒരു വേർഡിനെ നമ്മൾ മാക്രോ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വ്യൂ മാക്രോയിൽ വരിക, എന്നിട്ട് നമ്മൾ ഇതിൽ ഏത് മാക്രോ ആണ് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം റൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മാക്രോ അവിടെ അപ്ലൈ ആവുന്നത് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മാക്രോകളെ റെക്കോർഡ് ചെയ്യാം, നമ്മുടെ ചെയ്യുന്ന വർക്കുകളെ നമുക്ക് റെക്കോർഡ് ചെയ്യാം, ചെയ്തിട്ടുള്ള വർക്കുകളെ നമുക്ക് വീണ്ടും പല സ്ഥലങ്ങളിൽ അത് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനൊക്കെ സാധിക്കുന്നതാണ്. ഇത്രയാണ് ഇന്നത്തെ ഒരു സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു. 2 മാക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ മാക്രോകളെ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.